ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂക്ലിയസിന്റെ സ്ട്രക്ചറിനെ പറ്റിയാണ്. ഈ ഒരു ടോപ്പിക്ക് റേഡിയോ ആക്ടിവിറ്റി എന്ന ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം നമുക്കറിയാം റേഡിയോ ആക്ടിവിറ്റി എന്നുള്ളത് ഒരു ന്യൂക്ലിയർ ഫിനോമിന ആണ്. ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസ് എന്തെങ്കിലും റിയാക്ഷൻസിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന ചില മാറ്റങ്ങൾ വഴിയാണ് ഈ റേഡിയോ ആക്ടിവിറ്റി എന്നുള്ള പ്രോപ്പർട്ടി ചില എലമെന്റുകൾ കാണിക്കുന്നത്. അതായത് റേഡിയേഷൻസ് അവയിൽ നിന്ന് പുറത്തു പോകാൻ കാരണം ആ എലമെന്റിനകത്തിരിക്കുന്ന ന്യൂക്ലിയസിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിനോടനുബന്ധിച്ചുള്ള രണ്ട് തിയറികൾ അല്ലെ രണ്ട് മോഡലുകൾ എന്തൊക്കെ. നമ്മള് കെമിസ്ട്രി പഠിക്കുന്നവർ ആദ്യമേ പഠിക്കുന്നതാണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ. ആറ്റത്തിന്റെ സ്ട്രക്ചർ നമ്മൾ ബോർ മോഡല്, റൂദർഫോർഡ് ആറ്റം മോഡൽ, ഇങ്ങനെയുള്ള പല മോഡൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലെല്ലാം സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റും ഇലക്ട്രോണുകളുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതുവരെയും നമ്മൾ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചറിനെ പറ്റിയുള്ള ഒരു തിയറിയും നോക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല. ഇനിയാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ തിയറി അല്ലെങ്കിൽ മോഡൽ എന്ന് വിളിക്കുന്നത് ലിക്വിഡ് ഡ്രോപ്പ് മോഡലാണ്. അതായത് ന്യൂക്ലിയസിന്റെ സ്ട്രക്ചറിനെ ഒരു ലിക്വിഡ് ഡ്രോപ്പ്, അതായത് ഒരു വെള്ളത്തുള്ളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡിന്റെ ഒരു തുള്ളിയോട് അതിനെ ഉപമിക്കുന്നു. അത്തരം മോഡലിനെയാണ് നമ്മൾ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്ന് വിളിക്കുന്നത്. ഇത് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റുകൾ ബോർ ആൻഡ് വീലർ ആണ് ഇൻ 1939. ഇനി ഈ മോഡൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിച്ച്, ദിസ് മോഡൽ കമ്പയർസ് ന്യൂക്ലിയസ് വിത്ത് എ സ്മോൾ ഡ്രോപ്പ് ഓഫ് ലിക്വിഡ്. ലിക്വിഡിന്റെ ഒരു ചെറിയ തുള്ളിയോട് ന്യൂക്ലിയസിന്റെ സ്ട്രക്ചറിനെ കമ്പയർ ചെയ്യുന്നു ഈ മോഡലിൽ. സിമിലർ ടു ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ലിക്വിഡ് ഡ്രോപ്പിനെ പറ്റിയാ. ലിക്വിഡ് ഡ്രോപ്സിന് എന്തൊക്കെയാണ് പ്രത്യേകത? ഇൻ ലിക്വിഡ് ഡ്രോപ്പ് ദ ന്യൂക്ലിയസ് ഈസ് ഓൾസോ ലൈക്ക് ദ ലിക്വിഡ് ഡ്രോപ്പ്, the nucleus is also held together by short range forces. നിങ്ങൾ പണ്ട് ക്യാപ്പിലാരിറ്റി അതുപോലെ സർഫസ് ടെൻഷൻ ആ ഒരു ഭാഗമൊക്കെ പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ലിക്വിഡ് ഡ്രോപ്സിന്റെ പ്രത്യേകത പറയുന്നുണ്ട്. ലിക്വിഡ് ഡ്രോപ്പിന്റെ പ്രത്യേകത ഓരോ വെള്ളത്തുള്ളിക്കും സ്ഫെറിക്കൽ ഷേപ്പാണ്. അതോടൊപ്പം അതിനകത്തുള്ള ആറ്റങ്ങൾ അല്ലെ അതിനകത്തുള്ള സ്ട്രക്ചേഴ്സിനെ ഷോർട്ട് റേഞ്ച് ഫോഴ്സസ് വഴിയാണ് അതിനെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഷോർട്ട് റേഞ്ച് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകത്തില്ല, ഒരു ലിമിറ്റഡ് ഡിസ്റ്റൻസിനുള്ളിൽ നിൽക്കുന്ന തരം ഫോഴ്സുകൾ. അത്തരം ഫോഴ്സുകൾ വഴിയാണ് ലിക്വിഡ് ഡ്രോപ്പിനകത്ത് ആറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ന്യൂക്ലിയസിന്റെ സ്ട്രക്ചറാണ്. അപ്പൊ ഇവർ പറയുന്നത് ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലിക്വിഡ് ഡ്രോപ്പിന്റെ സ്ട്രക്ചറിന് സിമിലർ ആണ്. ലിക്വിഡ് ഡ്രോപ്പിനകത്ത് ഷോർട്ട് റേഞ്ച് ഫോഴ്സസ് ആണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ന്യൂക്ലിയസിനകത്തും ന്യൂക്ലിയോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഷോർട്ട് റേഞ്ച് ഫോഴ്സസ് ആണ്. അതാണ് മെയിൻ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇൻ ഓർഡർ ടു ടേക്ക് മിനിമം ഷേപ്പ് ആൻഡ് മാക്സിമം സർഫസ് ഏരിയ ന്യൂക്ലിയസ് വിൽ ഹാവ് സ്ഫെറിക്കൽ ഷേപ്പ്. നമ്മൾ ലിക്വിഡ് ഡ്രോപ്പിന്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഷേപ്പ് ഏറ്റവും മിനിമത്തിലാക്കി, അതായത് മാക്സിമം സർഫസ് ഏരിയ ഉള്ള ഒരു ഷേപ്പ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഷേപ്പാണ്. അതുകൊണ്ടാണ് ഓരോ വെള്ളത്തുള്ളിയും സ്ഫെറിക്കൽ ഷേപ്പിൽ ഇരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ന്യൂക്ലിയസിന്റെ കാര്യവും. മിനിമം ഷേപ്പ് അല്ലെങ്കിൽ മിനിമം വോളിയവും മാക്സിമം സർഫസ് ഏരിയയും വരാൻ വേണ്ടിയിട്ട് എന്താണ് ലിക്വിഡ് ഡ്രോപ്സ് അല്ല ന്യൂക്ലിയസ് ദേ വിൽ ടേക്ക് ദ ഷേപ്പ് ഓഫ് എ സ്ഫിയർ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, as the mass of the nucleus increases, the repulsive forces inside it will increase, causing an elongation in its shape. Then, due to the addition of little energy, that is, by absorption of a neutron, the nucleus will undergo fission. ഈ പോയിന്റിൽ പറയുന്നത് ന്യൂക്ലിയസിന്റെ മാസ് കൂടുന്തോറും എന്ത് പറ്റും, അതിനകത്തുള്ള റിപ്പൾസീവ് ഫോഴ്സസ് കൂടിയിട്ട് അതിന്റെ ഷേപ്പ് ഇലോങ്ങേറ്റ് ചെയ്ത് വരും. ഇങ്ങനെ വലിഞ്ഞ് വന്നിട്ട് ആ ഒരു അവസ്ഥയിൽ ഒരു വളരെ ചെറിയ എനർജി നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ ഈ ന്യൂക്ലിയസ് ഏതെങ്കിലും ഒരു ന്യൂട്രോണിനെയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊജക്ടൈലിനെ അബ്സോർബ് ചെയ്യുകയോ ചെയ്താൽ ന്യൂക്ലിയസ് അത് ഫിഷന് വിധേയമായി അത് മുറിഞ്ഞു പോകും. അത് നമ്മുടെ ലിക്വിഡ് ഡ്രോപ്പിലും ഉണ്ട്. നമ്മൾ ആ ലിക്വിഡ് ഡ്രോപ്പിന് ഇങ്ങനെ വലിഞ്ഞു വന്നൊരവസ്ഥയിൽ അത് പെട്ടെന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, നമ്മളിപ്പോൾ ഒരു പ്രതലത്തിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കമത്തിയാൽ, ഇങ്ങനെ ചരിച്ചു വെച്ചാൽ എന്ത് പറ്റും, ആ വെള്ളത്തുള്ളി ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് വന്നിട്ട് പതുക്കെ അത് സ്പ്ലിറ്റ് ആയി പോകും അല്ലെ. അതുപോലെ തന്നെ ന്യൂക്ലിയസിലും സംഭവിക്കും. അകത്തുള്ള മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ
അത് ന്യൂക്ലിയസ് അതിന്റെ ലെങ്ത് കൂടും, അല്ലെങ്കിൽ അത് ഇലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു പർട്ടിക്കുലർ എനർജി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിന് ശേഷം അത് ഫിഷന് വിധേയമാവും, അത് മുറിഞ്ഞു പോകും. ഇതാണ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ഓഫ് ന്യൂക്ലിയസ്. ഈ മോഡലിന്റെ പ്രത്യേകത ന്യൂക്ലിയസിന്റെ സ്ട്രക്ചറിനെ ഒരു ലിക്വിഡ് ഡ്രോപ്പിനോട് കമ്പയർ ചെയ്തിരിക്കുന്നു. ഇനി രണ്ടാമത്തെ മോഡലാണ് ന്യൂക്ലിയർ ഷെൽ മോഡൽ. ഷെൽ മോഡൽ എന്ന് പറയുമ്പോൾ ഷെല്ലുകൾ നിങ്ങൾക്കറിയാവുന്നതാണ്. അതായത് ന്യൂക്ലിയസിന് പുറത്ത് കാണുന്ന സാധനങ്ങളാണ് ഷെല്ലുകൾ. ഷെല്ലുകളിൽ ഇലക്ട്രോണുകളാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പം ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഷെൽസിനോട് അല്ലെങ്കിൽ ഷെല്ലിൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നതിനോട് കമ്പയർ ചെയ്തിരിക്കുന്നു ഈ മോഡലിൽ. അതായത് ന്യൂക്ലിയർ ഷെൽ മോഡലിൽ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ എന്തിനോട് കമ്പയർ ചെയ്തിരിക്കുന്നു? ഓർബിറ്റൽ ഇലക്ട്രോൺസ് ഷെൽസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണോ അതിനോട് കമ്പയർ ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് നോക്കിക്കേ. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, ന്യൂക്ലിയോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ ഷെൽസ് ലൈക്ക് ദ ഓർബിറ്റൽ ഇലക്ട്രോൺസ്. ഓർബിറ്റൽ ഇലക്ട്രോണുകൾ ഓർബിറ്റൽസിൽ അല്ലെങ്കിൽ ഷെൽസിൽ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതുപോലെയാണ് നമ്മുടെ ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ മോഡൽ പറയുന്നത് ഇതാണ്. ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിളുകളെയാണ് നമ്മൾ ന്യൂക്ലിയോണുകൾ എന്ന് വിളിക്കുന്നത്, അതായത് പ്രോട്ടോണും ന്യൂട്രോണും. ഈ സാധനങ്ങൾ ന്യൂക്ലിയസിനകത്ത് ഷെൽസിലാണ് കാണുന്നത്, അതായത് ഓരോ അറകളിലായിട്ടാണ് കാണുന്നത്. അത് നമ്മൾ ഇതുപോലെ തന്നെ പഠിച്ചതാണ് ന്യൂക്ലിയസിന് പുറത്തുള്ള ഷെല്ലുകളിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇത് രണ്ടും ഒരേപോലാണെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, the nucleons lying in lower energy levels are said to be in the ground state. നമ്മൾ ഇലക്ട്രോൺസിനകത്ത് പറയുമല്ലോ, ലോ എനർജി ഉള്ള ഇലക്ട്രോണുകളെ അല്ലെങ്കിൽ ലോ എനർജി ഷെൽസിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോൺ എന്ന് പറയും. അതുപോലെ ന്യൂക്ലിയോൺസ് ലോ എനർജി ലെവൽസിലാണെങ്കിൽ അവയെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കും. ഇനി ഏതെങ്കിലും കണ്ടീഷനിൽ അവയ്ക്ക് എക്സ്ട്രാ എനർജി കിട്ടിയാൽ എന്തു പറ്റും? ലോവർ എനർജി ലെവലിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്ത് ഇത് ഹയർ എനർജി ലെവലിലേക്ക്, അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഇലക്ട്രോണുകളുടെ കാര്യത്തിലും അതുപോലാണ്. ലോ എനർജി ഒക്കുപ്പൈങ് ഇലക്ട്രോൺസ് എനർജി കിട്ടുമ്പോൾ അത് എക്സൈറ്റ് ചെയ്ത് ഹയർ എനർജി ലെവലിലേക്ക് പോകും. കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് അതെന്ത് ചെയ്യും? തിരിച്ച് പഴയ ലോവർ എനർജി ലെവലിലേക്ക് തിരിച്ചു വരും. ആ തിരിച്ചു വരുന്ന സമയത്ത് അത് എത്രയാണോ അധികപ്പറ്റ എനർജി കൈപ്പറ്റിയത് ആ എനർജി അത് വെളിയിൽ കളയുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണുകളുടെ കാര്യത്തിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് ന്യൂക്ലിയസിലും നടക്കുന്നത്. ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോണുകളെ പല ഷെല്ലുകളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ലോ എനർജി ലെവലാണെങ്കിൽ അത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അതിന് എക്സ്ട്രാ എനർജി കിട്ടിയാൽ അത് ന്യൂക്ലിയസിനകത്ത് തന്നെയുള്ള ഹൈ എനർജി ലെവലിലേക്ക് പോകും. കുറച്ചു നേരം കഴിയുമ്പോൾ അത് തിരിച്ച് അതിന്റെ പഴയ ലോ എനർജി ലെവലിലേക്ക് പോകും. അപ്പോൾ അത് റേഡിയേഷൻസ് പുറത്തേക്ക് കളയും. ആ റേഡിയേഷൻസ് ആണ് നമുക്ക് റേഡിയോ ആക്റ്റീവ് ഡീകേ ആയിട്ട് അല്ലെങ്കിൽ പല ആൽഫ ബീറ്റ ഗാമ എമിഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ന്യൂക്ലിയർ ഷെൽ മോഡലിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അപ്പോൾ ഈ രണ്ട് മോഡൽസും നിങ്ങൾ ഓർക്കുക. സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയസ് പറയുമ്പോൾ രണ്ട് മോഡൽസ് ആണ്, ലിക്വിഡ് ഡ്രോപ്പ് മോഡലും ന്യൂക്ലിയർ ഷെൽ മോഡലും.